അപ്പൊ വെറും പൊണ്ണത്തടി മാത്രമല്ല, നിന്റെ ഒക്കെ തലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടില്ലയോ? എന്തോ നാളെ ഒരു പ്ലാനും പദ്ധതിയൊക്കെ. മാടുവറിയതിന്റെ കുളിവെള്ളത്തില് ഒരു തോട്ടാ പൊട്ടിക്കുന്ന കാര്യം ആലോചിക്കുകയായിരുന്നു. അച്ഛനിങ് വന്നേ പറയാം. എന്തോ വാന്ന്. ഞങ്ങൾക്ക് ഈ കടയൊന്ന് പരിശോധിക്കണം. ഓ അതെന്താ? ആ കത്തിങ്ങൊരു സാർ, നമ്മൾ സംശയിച്ച പോലെ തന്നെ മസിലിന്റെ ഫൈബർ ടെക്സ്ചർ, കൺസിസ്റ്റൻസി, കളർ, സ്മെൽ എല്ലാം ഹൺഹോൾസമാണ്. ഇതെന്താ മനുഷ്യോപയോഗമല്ലാത്ത മാംസമാണോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്? സാറേ, മുനിസിപ്പാലിറ്റിയുടെ സീൽ ഇല്ലാത്ത ഒരു കഷ്ണം ഇറച്ചി പോലും എന്റെ കടയിലില്ല. എന്റെ പെർമിറ്റും ഉണ്ട്. തെളിവാണ് പ്രധാനം. അത് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. തമ്പി, തെറ്റാളെ ഫെനാൽ ഒഴിച്ച് അതെല്ലാം നശിപ്പിച്ചേക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി സാറുമാരുടെ വരവരികിട്ട് ഒളത്താനാണെന്ന്. സത്യം പറ സാറേ, ആരായി നാടകത്തിന്റെ പിന്നില്? എത്ര മേടിച്ച് വിഴുങ്ങിയിട്ടായി എഴുന്നള്ളത്ത്? മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ തന്നെ മൂക്കൂടെ കയറ്റി പായക്കൂടെ ഇറക്കുവോ? നിയമം നടത്താൻ വന്ന ഉദ്യോഗസ്ഥന്മാര് ദിവസവും നേരം വെളുക്കുന്നതിന് മുമ്പ് ഇറച്ചിപ്പിച്ചാത്തല്ലേ ചോര വരെ നക്കി വെളുപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ മുനിസിപ്പാലിറ്റിയിലോട്ട് കയറുന്നത്? എന്നിട്ടൊരു നിയമം നടത്തലും. ഡിഫെൻഡ് ചെയ്യാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. വിളിക്ക്. പോലീസിനെ തന്നെ ആക്കണ്ട, പട്ടാളത്തെക്കൂടെ വിളിക്ക്. പക്ഷേ തൽക്കാലം ഇവിടെ ഇറങ്ങാതെ. അന്തോണി, ഞാൻ കണ്ടേ. അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പ്രോഗ്രാം ആയിരുന്നല്ലേ? കട്ടനിടാൻ പോലീസിന്റെ കുറവുണ്ടായിരുന്നുള്ളൂ. സർ, വി ആർ നോട്ട് സ്ട്രോങ് ഇനഫ് ടു റെസിസ്റ്റ്. ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്തേ പറ്റൂ. വെറുതെ ആളെ കുട്ടി ആളാകാൻ നോക്കരുത്. മര്യാദക്ക് ജീപ്പിക്കരുത്. സാറേ, അകത്തോട്ട് ജീവനോടെ വരുന്നൊക്കെ ചത്തു മരിച്ച് പുറത്തേക്ക് പോകുന്ന സ്ഥലമായത്. മീനും കണ്ടാലും മാത്രമല്ല, അത്യാവശ്യം പോലീസും ഐസിട്ട് വണ്ടിയെ കയറും. അന്തോണിയെ, ആ സാറന്മാരെ, ഇതാ ചുട്ടോ വറുത്തോ എങ്ങനെ വേണേലും കഴിക്കാം. പാചക വിധി യുക്തം പോലെ. കൊണ്ടുപോക്കോ. ആ, ഇനി സാറന്മാര് പൊക്കോ. പുറക്കാട് സാറിനെയും കഴിപ്പിക്കണേ. നിന്റെയൊക്കെ ജീപ്പിന് കയറാനും കുത്തിക്കറി നിന്റെ പള്ളക്കേറും. കൊള്ളാം, പെർഫോമൻസ് അസലായി. ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താനും പോലീസിന്റെ കഴുത്തിന് പിടിക്കാനും കേൾപ്പുള്ളവൻ മാട് പറയത്. ഓൺലി കറേജിയസ് മാർക്കറ്റ് ഹീറോ. താനേ അങ്ങനെ ഇംഗ്ലീഷിൽ ഉണ്ടാക്കണ്ട, മലയാളത്തിൽ ഉണ്ടാക്കിയാ മതി. എന്നാ പിന്നെ നിനക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാവടാ. കുറച്ച് നേരമായടാ ഞാൻ നിന്റെ മസിലേറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു. മുനിസിപ്പാലിറ്റിക്കാരെയും പോലീസിനെയും നിലയ്ക്ക് നിർത്താൻ നീ ആരടാ? ഇവിടത്തെ നാട്ടുരാജാവോ? അതടാ, നീ കാട്ടുകളാണെങ്കിൽ ഞാൻ നാട്ടുരാജാവാ. ഈ ചന്തപ്പറമ്പിലുള്ളവർക്ക് ഞാൻ നടത്തുന്ന നീതിയാണ് ഇഷ്ടം, അല്ലാതെ നീ അടിച്ചേൽപ്പിക്കുന്ന അനീതിയല്ല. ഈ ഡൽഹിയിലും തിരുവനന്തപുരത്തൊക്കെ നിന്നെ കാണുമ്പോ മുട്ടിടിക്കുന്നവരുണ്ടാവും. പക്ഷേ ആ നകളിപ്പ് ബ്രിട്ടീഷ് മാർക്കറ്റിൽ എടുത്താലേ ചെന്നക്കാളന്റെ വീട്ടുമുറ്റത്തൊരു പന്തൽ ഉയരും. ആ ശവാടക്കന് പനിനീര് തെളിക്കാൻ ഇവിടുന്ന് ഒരു പട്ടി മറിയല്ല. വന്നല്ലോ വക്കീൽ സഖാവ്. ഇയാൾ ഒറ്റ ഒരുത്തനാ ഇവന്റെ സകല കുരുത്തക്കേടുകളും കോൺട്രാക്ട് എടുത്തിരിക്കണം. എന്നോട് വേണോ കുതിരകയറ്റം? അതിന് താൻ കിമ്പളം കൊടുത്തു നിർത്തിയിരിക്കുന്ന ഈ വർഗത്തോട് പോരെ കുഞ്ചറിയാച്ച? ബാലറ്റ് വെട്ടിയിൽ 10 വോട്ട് പോലും തികച്ചു വീഴിക്കാൻ കെൽപ്പില്ലാത്ത ഇവനെ പോലെയുള്ള രാഷ്ട്രീയ പഴുതാരകൾക്ക് വേണ്ടി സ്വയം വന്ധീകരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഈ പ്രൊഫഷണൽ ബ്യൂറോക്രസി ഉണ്ടല്ലോ, അതല്ല ഈ നാടിന് ആവശ്യം. ഈ നാടിന് വേണ്ടത് ജനകോടികളെ ഭയപ്പെടുന്ന ലെജിസ്ലേറ്റീവ് യജമാനന്മാരെയും ഗുണ്ടാ രാജാക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന എത്തിക്കൽ അരിസ്റ്റോക്രാറ്റുകളെയുമാണ്. അങ്ങനെയുള്ളവന്മാർ ഈ കുപ്പായത്തിനുള്ളിൽ ഇല്ലാത്തടത്തോളം കാലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില മാടുപറിയതും മാങ്ങാവറിയതും ആട് ഫാദർ അന്തോനിയും ഒക്കെ തനിക്കെട്ടല്ല ഒരു പൂശിന്നിരിക്കും. വടാ. കണ്ടില്ലേ അച്ചോ കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായി തരങ്ങള്? നാട് നീളെ അടി. കടയിലെങ്കിലും മര്യാദയ്ക്ക് നിൽക്കുവോ? അതും ഇല്ല. വലിയ ചട്ടമ്പി അല്ലേ ചട്ടമ്പി. എന്താടാ ഒന്നും മിണ്ടാത്ത? ഇവിടെ പറഞ്ഞ കേട്ടില്ലേ? കേട്ടു. സേവ് ചെയ്ത് അച്ഛനെങ്കിലും ഭേദപുസ്തകം തുറക്കാതിരുന്ന വെച്ചാ മതി.
കണ്ടോ കണ്ടോ മുഷ്ക് നമ്മൾ തിന്നുന്ന തീക്ക് ഒരു വിലയില്ല. അയ്യോ, നീ ഇനി തീ തിന്നുമ്പോഴേ കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കി തിന്നാ മതി. അച്ചോ, വിളിച്ചെന്ന് വെച്ചാ കാര്യം പറ. എനിക്ക് രണ്ടെണ്ണം അടിക്കേണ്ട സമയമായി. എന്തിനാടാ രണ്ടെണ്ണം ആക്കുന്ന? ഒരു ഷാപ്പ് കൂടെ അങ്ങോട്ട് കേട്ടടാ. എത്ര പറഞ്ഞാലും നാണമില്ലാത്തവൻ. ഇങ്ങോട്ട് നോക്കടാ. ദാ, ഇവളാരാടാ? മരം കേറി. നിന്റെ ആരാന്നാ ചോദിച്ചു? എന്റെ ആരുമല്ല. ആരുമല്ലേ? ഇവൾ എന്നെ കെട്ടി അളകുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ചോദിച്ചു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ നിനക്ക് ഇവിടെ വേണ്ട അല്ലേ? എന്റെ പട്ടിക്ക് വേണം. ഇവിടെ കെട്ടിക്കണോ വരുന്നു പുതുമാര്. എടി മേഴ്സി, ഒരു കാര്യം ചെയ്യ്. നീ ആ ചെന്നൈക്കാരൻ വർക്കില്ലേ, അവനെ തന്നെ കെട്ടിക്കും. കുത്തി മലക്കും ഞാൻ എന്നെ വർക്കിയെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളല്ലേടാ? എന്തിനാടാ പിന്നെ വേഷം കെട്ട് കാണിക്കുന്നേ? എടാ, നിന്റെ ഈ ചട്ടമ്പിത്തരമൊക്കെ അങ്ങ് നിർത്ത്. എന്നിട്ട് ഇവളെയും കെട്ടി ഓട്ടത്ത് സമാധാനമായിട്ട് ജീവിക്കാനുള്ളതിന് പകരം നാട്ടുകാരുടെ മുമ്പിൽ 4 കാലും പറിച്ച് നടക്കാ. ഇതൊക്കെ വെറും പടമാണച്ചോ. വലിയ മാട് പറയത് കുഞ്ഞമ്മേടത്തിന് മുന്നില് വെറും പൂച്ച പറയതാ. ഇന്ന് എന്നെ കണ്ടില്ലേ? എന്നാ ഉടക്കിൽ നിന്ന ആളാ. അമ്മച്ചി വന്ന് വിളിച്ചപ്പോ ഡിം. അവിടെ ഒരു ഡീം. നീ വരുന്നുണ്ടോ? തന്നിക്ക് മുമ്പ് വീട്ടിൽ കൊണ്ടാക്കാം. ഹലോ, മൈക്ക് ചെക്കിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. മിസ്റ്റർ അണ്ണാൻ സോമൻ, അണ്ണാന്റെ വേഗതയിൽ മരങ്ങൾ ചാടിക്കേറി ഫലമൂലാദികൾ മോഷ്ടിക്കുവാനുള്ള കഴിവ് താങ്കൾക്കും. മിസ്റ്റർ ഓടിളക്കി തോമ, ഒത്തിരി കാശുള്ള വീടിന്റെ ഓടിളക്കി കയറി ഓർണമെന്റ്സ് മോഷ്ടിക്കാനുള്ള കഴിവ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചതാണോ അതോ നിരന്തര ധ്യാനത്തിലൂടെ കിട്ടിയ വരദാനമാണോ? പാരമ്പര്യമാടാ. എവന്റെ അപ്പൻ അപ്പൂപ്പന്മാര് തൊട്ടേ കള്ളന്മാരാ. എന്റെ ഒന്നാന്തരം ഒരു ഇഡലി തട്ട് അടിച്ചോണ്ട് പോയത് എവന്റെ അപ്പനാ. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ തട്ടില്ല. എന്തോണിച്ചോ? ഓ വട വട. നാളെ ചന്ത ദിവസ. പച്ചക്കറി മാർക്കറ്റില് ചെന്നൈക്കാരന്റെ സ്റ്റാളിലൊന്നും ഒരു പച്ചല പോലും കാണരുത്. ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങണ്ട. ചന്തവളവിൽ കാണണം. എന്താ സംഭവിച്ചത്? പാമ്പാടിന് ലോഡ് പോകുന്നവരെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നേരം വെളുത്തപ്പോ ഇവിടെ എത്തേണ്ട വണ്ടികളെല്ലാം തിരിച്ച് അവിടെ തന്നെ ഉണ്ട് അച്ചായ. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. എന്നാ അച്ചായി കാണിക്കുന്നത്? ചെന്നൈക്കാരന്റെ സ്റ്റാളിൽ ചരക്ക് വന്നിട്ട് മതിയടാ നിന്റെ ഒക്കെ കച്ചവടം. കൊല്ലം 1.5 കഴിഞ്ഞു. താനിനി എന്നാ ഇടപാട് തീർക്കുന്നേ? പലിശയുടെ പലിശയും കൂടെ തന്നെ ഇപ്പൊ ലക്ഷം കഴിഞ്ഞു. മുതലും ചോദിച്ചുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം തന്റെ പിന്നാലെ നടക്കാൻ എന്റെ പിള്ളേർക്ക് യാതൊരു പണിയില്ല, ഇല്ലയോ? മനഃപൂർവ്വമാണോ വർക്കിച്ച? കായ കയ്യിൽ വേണ്ടേ? തുകലിനാണ് കഴിഞ്ഞ 3 മാസമായിട്ട് വില താഴോട്ടാ. എവക്ക് വേണ്ടി പണിയിച്ചു വെച്ചിരുന്ന 10-15 പണവട ഉരുപ്പടികളും പണയത്തിലായി. ഓ, പുരാണൊക്കെ തനിക്ക് ഒത്തിരി പറയാൻ കാണും. അത് കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം ഞാൻ പണ്ടേ പറഞ്ഞതാ. ഇത്ര വേഗം എല്ലാം മറന്നോ? കുഞ്ഞോനച്ഛന് 5 പൈസ പോലും കയ്യിൽ നിന്നുണ്ടാക്കണ്ട. താലിമാല വരെ വർക്കിച്ചാനിടും. പെണ്ണിനെ വല്ല ചന്തപ്പിള്ളേർക്കും കൈ പിടിച്ചു കൊടുക്കുന്നതിൽ എത്ര വലിയ ഭാഗ്യ ചെന്നക്കാട്ട് കുടുംബത്തെ ചെന്ന് കയറുന്നത്. വർക്കിച്ചനും അറിവുള്ളതല്ലേ ഇവള് പറയുന്നതിന്റെ പെണ്ണാണെന്ന്. ഞാനും കുഞ്ഞമ്മയും പണ്ടേ പറഞ്ഞ് ഉറപ്പിച്ചതാ. അറിയാം. അതറിഞ്ഞോണ്ട് തന്നെയാണോ ഞാൻ ഇവളെ തന്നെ ആലോചിച്ചത്. അല്ലാതെ വർക്കിക്ക് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. കുഞ്ഞോനച്ഛൻ ശരിക്കും ഒന്ന് ആലോചിച്ചേ. ഈ പ്രായമായ കാലത്ത് ഇനി കടവും കടപ്പാടും ഒക്കെ തീർത്ത് ഇവളെ നല്ല നിലയിൽ പറഞ്ഞേക്കാമെന്ന് കരുതുന്നുണ്ടോ? പിന്നെ വറീദിന്റെ കാര്യം 24 മണിക്കൂറും കുത്തും കൊലപാതകമായി നടക്കുന്ന അവൻ ആരുടെ കയ്യിൽ തീരുമെന്ന് പറയാൻ പറ്റുമോ? പിഴയാ കുഞ്ഞോനച്ച, അവൻ മുറ്റു പിഴയാ. നമ്മുടെ ഒന്നും കുടുംബത്തിന്റെ 7 ഇലത്ത് അടുപ്പിക്കാൻ കൊള്ളത്തില്ല അവനെ. എന്നാലും എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ഇരുന്നും കിടന്നും ആലോചിച്ചോ. പക്ഷെ വർക്കി ആദ്യമായിട്ടൊരു താലി പണിയുന്നെങ്കിൽ
അത് കുഞ്ഞോനാച്ചന്റെ മോൾക്കായിരിക്കും, അതിൽ യാതൊരു തർക്കമില്ല. വാടാ. തെന്നക്കാടന്റെ കൊച്ചമ്മയൊന്ന് നിന്നേ. പലിശക്കാശിന് പകരം നിന്നെ തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞോടി ആ ഇളയ ചെന്നക്കാടനോട്. ആർക്കും വേണ്ടല്ലോ എന്നെ, പിന്നെ ആരുടെ കൂടെ പോയാലെന്താ? ആർക്കും വേണ്ടാത്ത മാട് പറയുന്നതല്ലേ, അല്ലെ പിന്നെ ഇത്രയും നാളും മനസ്സിൽ കയറി ഇറങ്ങിയിട്ട് അപ്പനും മോളും കാല് മാറി കളയും. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞാ ഇത്രയൊക്കെ ഉള്ളതല്ലേ? കുഞ്ഞുനാളിലും എടുത്തോ പള്ളിയിലും കുരിശുവര പെരുന്നാളിന് കുരുത്തോല കരിച്ച് കുരിശ് വരച്ചു തന്നത് നെറ്റിന്ന് മാഞ്ഞിട്ടുള്ളൂ, മനസ്സിന്ന് മാഞ്ഞിട്ടില്ല. അങ്ങനെ വർക്കിയുടെ ചൂണ്ടയിലും സിലോപ്പിയ കൊത്തി. ഇനി വർക്കിച്ചാൻ വറുത്ത് പൊരിച്ച് മുളക് പൊരിട്ട് ഞാൻ കഴിച്ചാ പോരെ? ചങ്ങനാശ്ശേരിക്കരയില് ഇത്രയും തലയെടുപ്പുള്ള ഒരു ഊറ്റം ചേർക്ക് വേറെയില്ല. ആലയ്ക്കാപ്പറമ്പിൽ കുഞ്ഞോനാച്ച നിനക്ക് തരാനുള്ള മുതലും പലിശ. ഇതോടെ ആ കല്യാണ പൂജ മറന്നേക്ക്. അല്ല, നീ വന്ന് പറഞ്ഞാ ഉടനെ മറക്കാനും പൊറുക്കാനും ഇതെന്താടാ കാലിനയുടെ കമ്പോളച്ചിറക്കും? ആണും പെണ്ണും സംസാരിക്കാൻ പോകുന്നിടത്ത് ഇത് രണ്ടുമല്ലാത്ത സാർ എന്തിനാണ് ഇടപെടുന്നത്? സിറ്റ് പ്ലേസ്. എടാ വരീതേ, നിനക്ക് ബുദ്ധിയില്ലേ? തന്നെ കടമാർക്ക് എന്തിനാടാ കാശ്? അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലത്ത് എന്നെ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വർക്കിക്ക് വേണ്ടത് ഒരു പെണ്ണ. അത് വേണം തോന്നിയപ്പോ മനസ്സിൽ പിടിച്ച ഒരെണ്ണത്തിന് ചാപ്പ കുത്തുകയും ചെയ്തു. അത് മറന്നേക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? അന്തോണിച്ചോ എന്തോ ഇനി ഇപ്പൊ എന്താ ചെയ്യുക? ചാപ്പകുത്തി കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വർക്കിച്ചൻ എന്ന് ഓർമ്മിക്കുന്ന രീതിയിൽ അങ്ങ് പൊട്ടിച്ചേരെ. മാട് പറയുന്നു നിന്നെ. എന്നും ജയം നിന്റെ കൂടെ ആയിരിക്കുമെന്ന് കരുതണ്ട. ഒരു ദിവസം നീ എന്റെ മുമ്പിൽ വരും, ശരിക്കും ഒരു അറവ് മാടായിട്ട്. രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ഓർത്തോ? സാറേ, വറീതിന് കാക്കിയോട് ഇമ്മണി ബഹുമാനമുണ്ട്. പക്ഷേ അത് ഇട്ടോണ്ടും ഇടാണ്ടും സാറിനെ കാണുമ്പോ കൊല്ലാനും വളർത്താനും കൊള്ളാത്ത എറണാം കെട്ട മാടിനെ കാണുന്ന പോലെയാ. പേട് പേട്. അയ്യോ തള്ളേ. അയ്യോ, വേണ്ട വേണ്ട, ഇനി ഇന്ന് വേണ്ട. കാമുകിയെ കെട്ടാൻ കാമുകൻ പണം കെട്ടി. ചങ്ങനാശ്ശേരി തന്റെ ഭാവി വധുവിനെ ബ്ലേഡുകാരിൽ നിന്ന് മോചിപ്പിക്കുവാൻ കാമുകനായ നല്ല ശമരിയാക്കാരൻ മുതലും പലിശയും അടച്ച് കാമുകിയുടെ അച്ഛന്റെ കടം തീർത്തതായി വാർത്ത. സ്വർണം പണയം വെച്ചത് രൂപ 30,000. എല്ല് തുകൽ വിറ്റുവരവ് 25,000. ഈട്ടിക്കൽ ഫിനാൻസിയേഴ്സ് വായ്പാ തുക 25,000. കടം വാങ്ങിയത് 25,000. ആകെ തുക 1,05,000. ചെന്നൈക്കാടൻ വർക്കിക്ക് കൊടുത്തതും 1,05,000. ബാക്കിയുള്ളൊരു മസാല ദോശ കാശ് ചോദിച്ചാ 10 പ്രാവശ്യം മടിക്കുത്തേ തപ്പും. ഇതിപ്പോ തോർത്തി വാരിക്കൊണ്ട് പോവല്ലായിരുന്നു സമ്പാദ്യം മുഴുവൻ. ഒരു കള്ള കാമുകൻ. ആരോടാടാ നീ പുറകുന്നത്? അയ്യോ ഇച്ചാച്ചനോ, ഞാൻ കണ്ടില്ല കേട്ടോ. കുറെ നേരമായോ വന്നിട്ട്? അമ്മച്ചിക്ക് വായിക്കാൻ ഞാൻ ചില കണക്കൊക്കെ എഴുതി വെക്കുമായിരുന്നു. തെറ്റുണ്ടോ ആവോ? അമ്മച്ചിയെ ഇതിന് വല്ല പെശകുണ്ടോ നോക്കിയേ. ഈ കണക്ക് അമ്മച്ചി അടുത്തെങ്ങാനും നീ വിത്തരിച്ച എന്നാ ചെയ്യും? നിന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന സകല പെമ്പിള്ളേരും ചേർത്ത് കഥയുണ്ടാക്കി ഞാൻ അമ്മച്ചോട് പറഞ്ഞു കൊടുക്കും. പറയോ? പറയും. പറയും. അതെനിക്ക് കേട്ടില്ല. പ്രേമത്തിൽ ഒന്നാറാകാൻ ഞാൻ ഈ പ്രേമത്തിന്റെ കണക്ക് ഞാൻ അമ്മച്ചി അവതരിപ്പിക്കട്ടെ. രണ്ടിന്റെ ഗുണവധികാരം ഞാൻ കേട്ടു. കാണമില്ലല്ലോടാ കാശും പോതും ചേട്ടി വല്ലവന്റെ പുറകെ പോയി പെണ്ണിനെ ഇറക്കാൻ. മീശയും പിരിച്ച് മാടിനെയും കെട്ടിപ്പിടിച്ച് നടന്നാ പോരാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു ചൊണ വേണം. ചൊണ. അമ്മയും മോനും കുറഞ്ഞിട്ട് തീർന്നോ? എന്നാ അത് പറയതിനും പറയാനുണ്ട്. അവിടെ മോന്ത കണ്ട് മയങ്ങിയിട്ടൊന്നും അല്ല ഞാൻ കള്ളക്കടവും വാങ്ങിച്ച് ചെന്നക്കാടിന്റെ പുറകെ പോയത്. ആ തള്ളയില്ലാത്ത പെണ്ണല്ലേ, കണ്ട കാട്ടുപോത്തിന്റെ കൂടെ കാട് കയറി പോകണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പൊ അവള് നിന്റെ കണ്ണി പിടിച്ച പെണ്ണൊന്നും അല്ല അല്ലേ? ഓ എടാ ചോദിച്ചോ? എന്തോ? എന്നാ പിന്നെ ഈ ആലോചന നമുക്ക് പറ്റിയാലെന്ന് നീ ആ കുഞ്ഞാനച്ചനോട് പോയി പറഞ്ഞേച്ചു. വ്യത്യാസം കാണിക്കുന്നു. പുണ്യാളത്തിന് മുമ്പ് വെച്ച് കൈ അടിച്ച് സത്യം കാല് മാറുക. അങ്ങനെ
വഴിക്ക് വാ എന്റെ പോത്ത് പറയതേ എന്നാ ഈ അരിയടുപ്പത്ത് കൊണ്ടിട്. പിടിയടാ, എന്നാടാ ഒരു മടി, കൊണ്ടുവിടറാ അങ്ങോട്ട്. വറീച്ചായനോട് കുഞ്ഞമ്മയത്തോടുള്ള വൈരാഗ്യം ഈ പാവം പിടിച്ച മീൻ കച്ചവടക്കാരോട് തീർക്കുക. ആ ചെന്നൈക്കാടന്മാരെ ഒരു പച്ചമീൻ ചെതുമ്പല് പോലും ഞങ്ങൾക്ക് ഇനി മുതൽ തരത്തില്ലെന്നാ അവര് പറയുന്നേ. ചെന്നൈക്കാടന്മാര് അവരുടെ സ്വന്തം ആളുകളെ ഇറക്കി കച്ചവടം തുടങ്ങുന്ന വേറൊരു ന്യൂസ്. വർക്കിച്ചാ, എന്നെ എന്റെ ചെറുക്കനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് താൻ ഈ പാവപ്പെട്ട മീൻ കച്ചവടക്കാരുടെ തൊണ്ടയ്ക്ക് പിടിക്കരുത്. ഒന്ന് പോതല്ലേ, നെഞ്ചത്തടിയും കരച്ചിലൊന്നും ഇതിന്റെ മുമ്പിൽ വേണ്ട. ഞങ്ങൾ ചെറുകിട കച്ചവടക്കാർക്ക് മീൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് 3.5 തരാം. 3.5 4 തീരുമാനിക്കാൻ വരട്ടെ. അതിനൊക്കെ ഇനി സമയമുണ്ട്. തീരുമാനിച്ചിട്ടല്ലേ ഞങ്ങള് വന്നത്. ഇന്നലെ വരെ നീയൊക്കെ ചന്തി ഉറപ്പിച്ചെടുത്ത് ഇന്നു മുതൽ ഞങ്ങൾ ആളുകളാ. നിന്നെയൊക്കെ തീറ്റി പോരുന്ന് ഞങ്ങൾ മതിയാക്കി. എന്നാ നിന്റെയൊക്കെ മീൻ കച്ചവടം ഇന്നത്തെ കൊണ്ട് മതിയായിക്കോളാം. ചെണ്ടക്കാടിന്റെ പത്തേ മോതൊക്കെ ഇവിടെ ചീഞ്ഞ് നേരത്തേ ഉള്ളൂ, അല്ലാതെ ഈ ചന്ത നിർത്താൻ നോക്കണ്ട. ഒനമ്പത്തും തൂത്തുകൂടിയുള്ള പാവപ്പെട്ട പലക്കാരെ പറ്റിച്ച് നീ കൊണ്ടിരുന്ന എന്ത് ചരക്കും ചെന്നക്കാടന്മാരുടെ അണ്ണാക്കി എടുക്കാനുള്ള കള്ളും കപ്പിയാക്കുന്നത് ഈ നിൽക്കുന്ന പാവങ്ങളാ. ഇവരോട് കളിക്കാനാ ഭാവമെങ്കില് നിന്റെ വണ്ടി മീൻ ഇവിടെ കിടക്കും. ഒരു ഇഞ്ചട ഇറങ്ങിയല്ല കൊടുക്കടവന്റെ അടിനാവി കിട്ടൊരെണ്ണം. പാതിരായ്ക്ക് 2 മുട്ടന്റെ കഴുത്ത് കണ്ടിച്ചിട്ട് കിടന്നതേ ഉള്ളു ഞാൻ. അതിന്റെ കൂടെ നിന്റെയൊക്കെ പെടലൂടെ പൊളിയാല് അതൊരു പുണ്യമായിട്ട് ഞാൻ കരുതാം. ഇതുപോലെ ഇവിടെ പലതും നടക്കും. പ്രതികരിക്കാൻ സമയമായിട്ടില്ല. സമയമാവുമ്പോ ഞാൻ പറയാം. അടങ്ങു ഹമീദേ, കൂൾ ഡൗൺ. പണനഷ്ടം അതെത്ര വലുതായാലും കൊഞ്ചറിയ സഹിക്കും. പക്ഷെ മാനനഷ്ടം അതെത്ര ചെറുതായാലും ചെന്നൈക്കാടൻ സഹിക്കില്ല. ഇന്ന് അവൻ എന്റെ മീനിലോട് ചെയ്യിച്ചു. നാളെ അവനെ തന്നെ ചീഞ്ഞ് നാറ്റിക്കുന്ന അവസാന കൈ ചെന്നൈക്കാടൻ കളിക്കും. രാഷ്ട്രീയത്തിൽ തനിക്കൊരു സ്ഥാനമുണ്ട്, പോലീസിൽ എനിക്കും. അത് മറന്നുകൊണ്ട് എന്ത് കളിയാടോ കളിക്കുക? കളിക്കും, വീറോടെ കളിക്കുവടോ. പിളർപ്പിന്റെ പിളർപ്പും കഴിഞ്ഞ് തൂത്തുകൂട്ടിയെടുത്ത പാർട്ടിയാ എന്റേത്. ആളില്ലാത്ത പാർട്ടിക്ക് 5 MLA-മാരെയും അതിന്റെ ഇരട്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കാമെങ്കിൽ മാട് പറയുന്നതിന് ഫുൾ സ്റ്റോപ്പ് ഇടാനും എനിക്കറിയാം. തനിക്കിനി കണ്ണു തുറന്ന് കാണാം ചങ്ങനാശ്ശേരി പള്ളിയുടെ സെമിത്തേരിയിൽ മത്തിക്കുഞ്ഞമ്മയുടെ മകന്റെ ശവമടക്ക്. An early grave, അകാല മരണം. ചെയ്യുന്നതേ ചെന്നൈക്കാടൻ പറയൂ, പറയുന്നതേ ചെന്നൈക്കാടൻ ചെയ്യൂ. കോളേജ് രാഷ്ട്രീയം കളിക്കാൻ നാക്കും മുഷ്ടയും മാത്രം പോരാ, കൈ നിറയെ ചിക്കിളിയും കൂടി വേണം കൊച്ചനെ. ഇരിക്കട്ടടാ മോനെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യുകയല്ല, ചെയ്യിപ്പിക്കുക വേണ്ട. കൂട്ടുകാരെ എത്ര വേണമെങ്കിലും സംഘടിപ്പിച്ചോ. എടാ സമരക്കാരാ, ചെന്നൈക്കാടന്മാരുടെ കള്ളും കൂടവും തല്ലിയോടച്ചാ നിനക്ക് എന്നാ മുഴുങ്ങിയത് കിട്ടുവാടാ? ഇത്ര നാളും പൊടി പിടിക്കാനും തോരണം കെട്ടാനും മുമ്പന്തി നിന്ന് നീ തന്നെയാണോ സംസാരിക്കുന്നത്? ആ, ഇനി അങ്ങോട്ട് ചെന്നൈക്കാടന്മാർക്ക് വേണ്ടി തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുക. ജെയിംസേ, കുറച്ച് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു. നിന്നെ വെച്ച ചെന്നൈക്കാടന്മാർ ചുടുചോറ് വാരിക്കുക, അത് നീ മറക്കണ്ട. എന്നെ വെച്ച് മുതലെടുക്കുന്നത് നീയാ. നിന്റെ ചേട്ടന് ചെന്നൈക്കാടന്മാരുടെ വല്ല വൈരാഗ്യം ഉണ്ടെങ്കിലേ അത് തീർക്കാൻ വേറെ ആളെ നോക്ക്. വാടാ. അവനും അവരുടെ ട്രാപ്പിലായി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓ, ഈ പൊരിഞ്ഞ ചൂടത്ത് ഈ ഇടവ മുഴുവൻ ചുറ്റി അടിക്കാന്ന് വെച്ചാ ഐസ് നീട്ടി കിട്ടിയ ഭാഗ്യം. അച്ഛന് കുടിക്കാൻ വെള്ളം എന്നെങ്കിലും. ഓ, നിന്റെ മൂത്ത മോനെടുത്ത് ശരിക്കും കുടിപ്പിക്കുന്നുണ്ടല്ലോ വെള്ളം. അത് തന്നെ കൂടുതലാ. പേർഷ്യൻ കുരിശ്, മൈലാപ്പൂർ കുരിശ്, മനിക്കേയം കുരിശ്, അങ്ങനെ കുരിശിന്റെ കാര്യത്തിൽ സഭ തന്നെ പല തട്ടേല. അന്നേരം പുതിയൊരു കുരിശ് നാട് പറയത്. കുരിശേലെങ്ങാണ്ടും പ്രാവ് തലകുത്തി നിൽക്കുന്നെന്നും പറഞ്ഞ് അച്ഛൻ എന്നാത്തിന് തലകുത്തി നിൽക്കാൻ പോന്നെ? തല കുത്തണോ നേരെ നിൽക്കണോന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥയാ കുഞ്ഞമ്മേ. ആധ്യാത്മിക വശമൊക്കെ പോയി സഭ ഇപ്പൊ വെറും സംഘടനയായി മാറിയിരിക്കുക. സഭയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ ഇങ്ങോട്ട് കയറിയതിന് വേറൊരു കാരണമുണ്ട്. എന്നതാച്ചോ? പള്ളിപ്പഞ്ചാംഗം നോക്കിയപ്പോഴാ ഒരു കാര്യം പിടികിട്ടിയത്. 18-ന് തിരുനാളാ. നിനക്ക് ഓർമ്മയുണ്ടോ? ആ ദിവസമാ തൊമ്മിക്കുഞ്ഞ് വറീദിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. എല്ലാം ഓർമ്മയുണ്ടോ?
പെരുന്നാളും വെടിക്കെട്ടും കുരിശടിയിലെ ബഹളവും ഇപ്പോഴും മുഴങ്ങുന്നു ആ നിലവിളി. ഒന്നും എന്റെ കുഞ്ഞിനെ ഞാൻ അറിയിച്ചിട്ടില്ല. നീ അറിയിച്ചില്ലേലും ദൈവം അവനെ എല്ലാം തോന്നിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞമ്മേ. അല്ല പിന്നെ ചെന്നേക്കാടമ്മയുടെ നിഴല് കാണുമ്പോ അവന് കലിയിളകേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു പ്രാർത്ഥനയുള്ള അച്ചോ, പഴങ്കഥകളൊന്നും അവന്റെ ചെവിയിൽ എത്തരുതെന്ന്. കർത്താവിനോട് മുട്ടിപ്പായി പറ, അദ്ദേഹം എല്ലാം നിവർത്തിച്ചു തരും. എന്തായാലും തിരുനാളിന് മുമ്പ് പുണ്യാളച്ചന്റെ കുരിശടിയില് അവനെ കൊണ്ട് 10 തിരിയെങ്കിലും കത്തിപ്പിക്കണം നീ. ഒന്ന് ഇളകി നടക്കന്റെ മാടേ. മാറുതിന്റെ അപ്പൻ. കർത്താവിൻ തിരുനാമം വാഴ്ത്തുന്നു ഞാൻ, കനിവിന്റെ കാൽപാദം വന്ദിക്കും. നിന്റെ ഭക്തിയാണ് ഇങ്ങനെ വലിച്ചു കീറാതെ. നിന്നെ പോലെ 10 ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ വാ വിളിച്ചാലേ ഉടയാമ്പേ അറിയാൻ ഞങ്ങളുടെ പാട്ടിന് പോകും. ഇങ്ങനെ കേക്കണ്ട, ചെവിയിൽ ഇത്തിരി പഞ്ഞി വെച്ചോ. കർത്താവിൻ തിരുനാമം വാഴ്ത്തുന്നു ഞാൻ. മാടേ, ചില്ലറ ഉണ്ടെങ്കിൽ ഇത്തിരി നേർച്ച കാച്ചിങ്ങെടുത്തേ. എന്റെ കന്യാമറിയമേ, ഞാൻ എന്നതായി കാണുന്നേ? മാട് പറയതും ധ്യാനം കൂടിയോ? അല്ല, പോവാന്നോ? പിന്നെ ഞാൻ നിനക്ക് കാവൽ നിൽക്കണം. അതെന്നാ പോക്കാന്നേ? പറയച്ചല്ലേ പറഞ്ഞത്, മധുബായിക്ക് മുന്നിൽ നിന്ന് 5 സ്വർഗസ്ഥനായ പിതാവെങ്കിലും ചൊല്ലണോന്ന്. ഞാനോ? പിന്നല്ലാതെ ആരാ? എന്റെ മേഴ്സി മോളെ, ഇത്രയും നാളും പള്ളിയിലും കുരിശോട്ടിയിലും കയറാത്തന്റെ മനസ്താപ്രകാരം നിശ്ചയം നടത്തണം എന്നോട് പറഞ്ഞു മറന്നോ? കണ്ണുകൂടെ പറഞ്ഞോണ്ടല്ലോ. എന്റെ മിശിഹായെ, തിരുസ്വരൂപത്തിന് നേരെ നിന്ന് ഈ മനുഷ്യൻ പറയുന്ന കള്ളം നീ അറിയുന്നില്ലേ? വറീതേ, നീ ഒരു പാറയാകുന്നു. മേഴ്സി മോളെ, ഈ പാറമേൽ കടിച്ച് നിന്റെ പല്ലുകൾ കേടുവരാതെ സൂക്ഷിക്കുവേണ്ടി അമ്മച്ചൂടെ പറയാൻ വെച്ചിട്ടുണ്ട്. ആരുടെയാടാ ഈ ബൈക്ക്? ഓ, RC ബുക്കും സൈൻ ലെറ്ററും കൂടെ കാണിക്കണോ ഏമന്റെ അടുത്ത്? എന്ന് കിട്ടി ഈ RTO വെരിഫിക്കേഷൻ? ജെയിംസേ, നീ പറഞ്ഞില്ലല്ലോ, എനിക്കറിയാം. നിന്നെ പാട്ടിലാക്കാൻ ആ ചീര വർഗീസ് ഇതല്ല ഇതിലപ്പുറവും സമ്മാനിച്ചെന്നിരിക്കും. ജയോ, ജോണി, കേട്ടല്ലോ, ഇതിന്റെ പേരാണ് അസൂയ. അഹങ്കാരം ഒന്നും പറയും. യൂണിയൻ കൈക്കലാക്കിയതിന്റെ അഹങ്കാരം. യൂണിയൻ തെരഞ്ഞെടുപ്പും ജയവും തോൽവിയും ഒക്കെ കോളേജിൽ പതിവല്ലേ? പതിവാ. ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ വരട്ടെ, ഞങ്ങള് പതിവ് തെറ്റിച്ചേരാം. ജോയി മോനെ, ശരിക്കടിച്ച് പൊളിച്ച് തരാടാ.